Hello friends, KinzMan പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ശ്യാംലാൽ. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് Photron P10 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ്. ഒരു 10 month റിവ്യൂ. അതായത് ഞാനിപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിയിട്ട് 10 മാസമായി. അപ്പോൾ ഈ 10 മാസം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എനിക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എത്തിയിരിക്കുന്നത്. ഞാൻ ഇതിക്ക് മുമ്പ് ഒരുപാട് ബ്ലൂടൂത്ത് സ്പീക്കർ യൂസ് ചെയ്യണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരു 100,000 ഇപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിയപ്പോൾ അധികം പൈസ ആയില്ല. അതിൽ 100,000 ഞാൻ യൂസ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇഷ്ടപ്പെട്ട ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഇതാണ്. കാരണം ഒരുപാട് സ്പെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സ്പീക്കർ ഞാൻ വാങ്ങിയ സമയത്ത് ഞാൻ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ അൺബോക്സിങ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണണമെന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം, ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. പിന്നെ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോക്സിലാണ് നമ്മുടെ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ പാക്ക് ചെയ്ത് വന്നത്. ഈ ബോക്സിൻ്റെ ടോപ്പിലായിട്ട് ഒരു പോട്ടർ എന്ന് പറഞ്ഞ കമ്പനി നെയിം ചെയ്തിട്ടുണ്ട്. അതുപോലെ തൊട്ടടിയിൽ തന്നെ എൻ്റെ മോഡൽ നെയിമൊക്കെ ഒരു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് നമ്മുടെ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത് LED ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ SD കാർഡ് സപ്പോർട്ട് ചെയ്യും, പിന്നെ ഓക്സ് കേബിളിൻ്റെ FM ഉണ്ട്, അതുപോലെ മ്യൂസിക് പ്ലേ ആവും, അതുപോലെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇതിൻ്റെ ബാക്ക് വശം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കമ്പനി നെയിം അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് 3 volt ആണ്. ഇതിൻ്റെ ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ 400 mAh ഒരു 3.7 volt ഒരു ബാറ്ററിയാണ് അവരിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ സ്പീക്കറിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് 170 ഗ്രാമാണ്. പിന്നെ ഇതിനകത്ത് പ്ലേ ബാക്ക് ടൈം പറഞ്ഞിരിക്കുന്നത് 2.5 hours ആണ്. 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് 2.5 മണിക്കൂർ അടുത്ത് തന്നെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററിയാണ് അവരിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു ബോക്സ് ആയിരിക്കും കിട്ടുക. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് അവർ Photron P10 ബ്ലൂടൂത്ത് സ്പീക്കറിനൊന്നും കൊടുത്തിട്ടുണ്ടാവും. വേറെ ഒന്നുമില്ല. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു സ്പീക്കറും കിട്ടും, അതുപോലെ തന്നെ നമുക്ക് യൂസർ മാനുവലും കിട്ടും. ഇതാണ് എൻ്റെ യൂസർ മാനുവൽ. ഈ ഒരു യൂസർ മാനുവൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും അവർ ഈ ഒരു യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു കേബിൾ കിട്ടുന്നുണ്ട്. കേബിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ചാർജ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഓക്സ് കേബിളായിട്ട് കണക്ട് ചെയ്ത് പാട്ട് കേൾക്കാനും സാധിക്കും. അതാണ് ഈ ഒരു കേബിളിൻ്റെ പ്രത്യേകത. ഞാൻ നിങ്ങൾക്കത് ലാസ്റ്റ് കാണിച്ചു തരാം ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത്. നമുക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് എൻ്റെ സ്പീക്കറല്ല, ഇതാണ് എൻ്റെ സ്പീക്കർ. ഇപ്പോൾ ഈ ഒരു സ്പീക്കർ എൻ്റെ ബ്രദറിൻ്റെ സ്പീക്കറാണ്. ബ്രദർ ഇപ്പോൾ ഈ ഒരു സ്പീക്കർ വാങ്ങിയിട്ട് ഇപ്പോൾ 1.5 വർഷത്തോളമായിട്ടുണ്ടാവും. ഞാൻ ഈ ഒരു സ്പീക്കർ വാങ്ങിയിട്ട് 10 മാസമായിട്ടുള്ളൂ. ഞാൻ ഈ സ്പീക്കറിന് കുറേ വരയും കൂടിയൊക്കെ വരച്ചിട്ടിട്ടുണ്ട്. അതാണ് ഞാൻ ബ്രദറിൻ്റെ നിന്ന് ഇപ്പോൾ ഈ ഒരു സ്പീക്കർ വാങ്ങാൻ കാരണം. അതുപോലെ തന്നെ എൻ്റെ അടിഭാഗത്തുള്ളത് കുറേയൊക്കെ മാഞ്ഞു പോയി. പക്ഷേ ബ്രദറിൻ്റെ ഇപ്പോഴും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. കാരണം ആൾ നല്ല രീതിയിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ എൻ്റെ ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ Photron P10 എന്ന് പറഞ്ഞിട്ട് ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ പേരും അതുപോലെ തന്നെ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എൻ്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ Photron P10 എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻസ്പയറിങ് യുവർ ക്രിയേറ്റിവിറ്റി എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വേറെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ടോപ്പിലായിട്ടാണ് ഒരു സ്പീക്കർ വന്നിരിക്കുന്നത്. പിന്നെ എൻ്റെ അടിഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് ചാർജ് ചെയ്യാൻ ഓപ്ഷനും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഇൻഡിക്കേറ്ററും അവർ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതിനകത്ത് SD കാർഡിന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്കൊരു ഓൺ ഓഫ് ബട്ടൺ കാണാൻ സാധിക്കും. ഇതുമേ വേണം നമ്മുടെ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റുള്ളൂ. പിന്നെ എൻ്റെ സൈഡിലായിട്ടൊരു മൈക്ക് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഇവിടെ മോഡ് മാറ്റാനും അതുപോലെ തന്നെ വോളിയം ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ പാട്ട് ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു ബട്ടനും പിന്നെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും കോൾ കട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു ബട്ടനും കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ബട്ടൺസ് ഒന്നും അവർ ഈ ഒരു സ്പീക്കറിന് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു സ്പീക്കറിൻ്റെ ബട്ടൻ്റെയും കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട്. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് മ്യൂസിക് പ്ലേ ചെയ്യുന്നത് നമ്മുടെ ഓക്സ് കേബിൾ കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഡാറ്റ കേബിൾ നമ്മുടെ ചാർജിങ് പോർട്ടിലേക്ക് ഒന്ന് കണക്ട് ചെയ്യണം. ഇപ്പം നമ്മുടെ USB കേബിൾ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഒന്ന് ഓൺ ചെയ്യണം. Power on. TF card mode. ഇപ്പോൾ ബ്ലൂടൂത്ത് സ്പീക്കർ ഓൺ ആക്കിയപ്പോൾ തന്നെ നമ്മുടെ TF കാർഡ് മോഡിലാണ് കിടക്കണേ, അതായത് SD കാർഡിലേക്കാണ് കിടക്കണേ. ഇനി നമുക്കത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഈ M1 എന്ന് പറഞ്ഞ ഈ മോഡ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് ഓക്സ് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കേബിൾ നമ്മുടെ ഫോണിൻ്റെ ബാക്കിലേക്ക് ഒന്ന് കണക്ട് ചെയ്യണം. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് വോളിയം കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി.
Take my eyes open to force reality. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഈ ഒരു ഓസ് കേബിൾ കണക്ട് ചെയ്തിട്ടൊന്ന് മ്യൂസിക് കേൾക്കാനായിട്ട് ഇനി നമുക്ക് ഇതിനകത്തൊന്ന് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തൊന്ന് മ്യൂസിക് ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മോഡ് ബട്ടണുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം ഒരു പ്രാവശ്യം കൂടി. FM mode. ഇപ്പോൾ ഇത് FM മോഡിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് ബ്ലൂടൂത്ത് മോഡിലേക്ക് ചേഞ്ച് ആവണത്. Bluetooth mode. ഇനി നമുക്ക് നമ്മുടെ ഫോണായിട്ട് നമുക്കൊന്ന് പെയർ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ Photron P10 സ്പീക്കർ എന്ന് പറഞ്ഞാൽ എടുക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പെയർ ചെയ്യാം. ഇതിനകത്ത് ഇവിടെ കണക്റ്റഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. Take my eyes open to force reality. Why can't you just let me eat my weight in glee? I live. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല ബാസും തരുന്ന ഒരു സ്പീക്കറാണിത്. എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സ്പീക്കറാണ്. അണ്ടർ 800 വെച്ചിട്ട് ഏറ്റവും ഒരു അടിപൊളി സ്പീക്കറാണിത്. ഈ ഒരു സ്പീക്കർ ഞാൻ പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ 550 രൂപയ്ക്കായിരുന്നു ഞാൻ ഇപ്പോൾ പർച്ചേസ് ചെയ്തത്. എന്തായാലും അത്യാവശ്യം നല്ലൊരു അടിപൊളി സ്പീക്കറാണ്. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് FM ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ FM വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഈ മോഡെന്ന് തന്നെ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. TF card mode. Aux mode. FM mode. ഇപ്പോൾ ഇത് FM മോഡിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കേബിൾ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഈ ഒരു ഡാറ്റ കേബിൾ. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഞെക്കി പിടിച്ചാൽ മതി ഒരു ബട്ടൺമേ, പോസ് അല്ലെങ്കിൽ പ്ലേ ബട്ടൺമേ. അപ്പോൾ ഇത് സ്കാൻ ചെയ്തിട്ട് സ്റ്റേഷൻ കണ്ടുപിടിച്ച് തരേണ്ടതായിരിക്കും നമുക്ക്. അപ്പോൾ FM വെക്കാൻ ഇത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിനകത്ത് FM വെക്കണില്ല. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് FM വെക്കാൻ പറ്റും. അപ്പോൾ തന്നെ ഇതിനകത്ത് SD കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഓൺ ആക്കുമ്പോൾ തന്നെ TF കാർഡ് മോഡ് എന്ന് പറഞ്ഞിട്ട് SD കാർഡ് മോഡായിരിക്കും തന്നെ. അപ്പോൾ നമുക്ക് അതിനകത്ത് മ്യൂസിക് പ്ലേ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ചാർജിങ്ങിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാധാ മൊബൈൽ ചാർജർ വെച്ച് നമുക്ക് ഈ ഒരു സ്പീക്കർ ചാർജ് ചെയ്യാൻ പറ്റാവുന്നതുള്ളൂ. കൂടെ എന്ന് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ മതിയാവും നമ്മുടെ ഈ ഒരു Photronൻ്റെ സ്പീക്കർ ചാർജ് ആവാനായിട്ട്. എന്തായാലും അധികം ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ ഗൈസ് ഇത്ര നേരം മ്യൂസിക് വെച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിലാണ്. അതായത് എൻ്റെ ബ്രദറിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറിലായിരുന്നു ഇത്ര നേരം മ്യൂസിക് വെച്ചുകൊണ്ടിരുന്നത്. ഇനി ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ, അതായത് ഞാൻ വാങ്ങിയ എൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ നമുക്കൊന്ന് മ്യൂസിക് വെച്ച് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് നമുക്കൊന്ന് പവർ ഓൺ ചെയ്യാം. Power on. TF card mode. ദെൻ മോഡുമ്പോൾ ഞെക്കാം. Bluetooth mode. Pairing. ഇപ്പോൾ ഇതിനകത്ത് ബ്ലൂടൂത്ത് വഴിയാണ് ഞാൻ മ്യൂസിക് വെക്കണത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പെയർ ചെയ്യണം. Paired. ഇപ്പോൾ പെയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയുള്ളൂ ഫ്രണ്ട്സ് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിനെ കുറിച്ച് പറയാനായിട്ട്. എന്തായാലും ഒരു അടിപൊളി സ്പീക്കറാണ്. കാരണം ഞാൻ ഇതിക്ക് മുമ്പ് ഒരുപാട് സ്പീക്കർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഇതാണ്. ഈ ഒരു പ്രൈസിന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഞാൻ പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ നിന്ന് വെറും 550 രൂപയ്ക്കാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. അന്ന് ഓഫർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണേക്കാൾ തൊട്ടുമായിട്ട് കയറി നോക്കിയപ്പോൾ ഇതിൻ്റെ പ്രൈസ് 699 രൂപയായിരുന്നു. അതായത് 700 രൂപയായിരുന്നു ഇപ്പോൾ എൻ്റെ പ്രൈസ്. പക്ഷേ 700 രൂപയ്ക്കാണെന്നുണ്ടെങ്കിലും എനിക്ക് നഷ്ടമായിട്ട് തോന്നണില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും പെർഫോമൻസും അത്രയ്ക്കും
ക്വാളിറ്റിയും ഈ ഒരു സ്പീക്കറിന് അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഒരുപാട് പ്രാവശ്യം താഴെ വന്നിട്ടുണ്ട്. ഒരു 30-35 പ്രാവശ്യത്തോളം എൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ താഴെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണേക്കാളും മുമ്പ് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ എടുത്തപ്പോൾ തന്നെ സ്ലിപ്പായി താഴെ വീണു. പക്ഷേ ഇതുമായിട്ട് ഒരു പ്രശ്നം പറ്റിയിട്ടില്ല. ഇത്ര പ്രാവശ്യം ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ താഴെ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതിന് ഒരു കംപ്ലൈൻറ്റും പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ കണക്ടിവിറ്റി ആയാലും അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി ആയാലും പഴയതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്ര പ്രാവശ്യം താഴെ ഉണ്ടെങ്കിലും ചില ബ്ലൂടൂത്ത് സ്പീക്കറെ കാണുന്നുണ്ടെങ്കിൽ വർക്ക് ആവാണ്ടിരിക്കാം, അല്ലെങ്കിൽ അടിച്ച് പോകാം, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഇത്തിരി വ്യത്യാസമൊക്കെ വരാം. പക്ഷേ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന് ഒരു പ്രശ്നവും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൈസിന് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഒരു അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതേപോലത്തെ ബ്ലൂടൂത്ത് സ്പീക്കർ എടുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറെ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം അത്രയ്ക്കും പക്കയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിനെ കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.